നല്ല ചൂടപ്പത്തിന്റെയും ഇടിയപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡ് ഡിഷ് ആയിട്ടുള്ള വെജ് സ്റ്റൂവിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ സംഭവം. ചെയ്തെടുക്കാനായിട്ട് സിമ്പിൾ ആണ്. ഇരിക്കുന്തോറും ഒന്നും കൂടി തണുക്കുന്തോറും ടേസ്റ്റ് കൂടി വരുന്ന അടിപൊളി റെസിപ്പിയും കൂടിയാണ്. റെഡിയാക്കി എടുക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം പട്ട, കൂടെ തന്നെ നമ്മുടെ തക്കോലത്തിന്റെ ഒരു 2 കുഞ്ഞു പീസും കൂടി ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ഇഞ്ചിയും പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നന്നായിട്ട് മാറി വരുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീൻസ്, അതേപോലെ തന്നെ ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്നും കൂടി ചൂട് കയറി വരുമ്പോൾ തേങ്ങയുടെ 2 പാല് 2 കപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടി വെന്ത് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാവേ. വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കുക്കറി ചെയ്തിട്ട് ഒറ്റ ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോഴാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെന്ത് കിട്ടും, ഒരുപാട് പാടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ശരിക്കും ഒന്നുകൂടി വെന്ത് കുറുകി വന്നപ്പോൾ തേങ്ങയുടെ 1 പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1-2 തിള വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് തിളച്ച് കുറുകൊന്നും വേണ്ട. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. തണുക്കുന്തോറും നന്നായിട്ട് തന്നെ കുറുകി ടേസ്റ്റ് വരുന്ന വെജ് സ്റ്റൂ ആണ്. നല്ല ചൂട് ചപ്പാത്തിയുടെയും അപ്പത്തിന്റെയും ഒക്കെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കണേ.